സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. വയനാടൻ മണ്ണിൽ നിന്നും പാർലമെൻറ്റിലേക്ക് പറക്കുന്നത് ആരായിരിക്കും എന്ന ചോദ്യത്തിൽ ആശങ്ക കൂടുതലും UDF-നായിരിക്കും. കാരണം കേരളത്തിലെ UDF-ൻ്റെ ഉറച്ച സീറ്റും ദേശാടന പക്ഷികൾ ചേക്കേറാറുള്ള മണ്ഡലവുമാണ് വയനാട്. കോൺഗ്രസ് മണ്ഡലമായ വയനാടിനെക്കുറിച്ച് പാർട്ടിക്കകത്ത് ഒരു ധാരണയുണ്ട്. വയനാട് ജില്ലയിലെ മാനന്തവാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി എന്നീ മണ്ഡലങ്ങളും മലപ്പുറം ജില്ലയിലെ വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് എന്നീ മണ്ഡലങ്ങളും കോഴിക്കോട്ടെ തിരുവമ്പാടിയും കൂട്ടിച്ചേർത്തതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. ഈ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആരും പ്രാപ്തരല്ലെന്നും അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് തട്ടിമുട്ടി പ്രശസ്തരാവുകയും സ്വന്തം പ്രയത്നം കൊണ്ട് ഒരു മണ്ഡലവും ഏറ്റെടുക്കുകയും ചെയ്യാത്ത ചില വമ്പന്മാർ ആവശ്യപ്പെടുകയും ചെയ്യുന്ന സീറ്റാണ് വയനാട്. KSUവിനായാലും യൂത്ത് കോൺഗ്രസിനായാലും വയനാട് വേണം. ഇതുകൊണ്ട് തന്നെ ഒരിക്കൽ ജയിച്ചു പോയാൽ പിന്നെ ആ MP-യെ വയനാട്ടിൽ കാണാൻ കിട്ടില്ല. അതാണ് 2009 MI ഷാനവാസ് 1,53,439 വോട്ടിന് ജയിച്ച വയനാട്ടിൽ 2014 ഭൂരിപക്ഷം 20,870 കുറഞ്ഞത്. കഴിഞ്ഞ 5 വർഷക്കാലം ആരോഗ്യ പ്രശ്നങ്ങളാൽ ഷാനവാസിന് മണ്ഡലത്തിൽ സജീവമാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും MP ഫണ്ട് വിനിയോഗിക്കുന്നതിലും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും പാർട്ടി നേതൃത്വം ഏറെ ശ്രദ്ധിച്ചു. ഷാനവാസിൻ്റെ നിര്യാണത്തെ തുടർന്ന് പുതിയ സ്ഥാനാർത്ഥിയെ തേടുന്ന വയനാട്ടിലേക്ക് ഒരു പിടി നേതാക്കൾ കണ്ണും നട്ടിരിക്കുകയാണ്. ഷാനിമോൾ ഉസ്മാൻ, അഡ്വക്കേറ്റ് T. സിദ്ദീഖ്, മുൻ KPCC അധ്യക്ഷൻ MM ഹസൻ തുടങ്ങി പല പ്രമുഖരും ഇതിൽപ്പെടുന്നു. ഷാനവാസിൻ്റെ മകളും ചിലപ്പോൾ വയനാട്ടിലേക്ക് എത്തിയേക്കാം. പ്രമുഖർ ആരെങ്കിലും ഒരാൾ വരുമെന്ന് ഉറപ്പായി. അപ്പോൾ വയനാട്ടുകാർ MP ആകാൻ യോഗ്യരല്ലേ എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ ബാക്കി നിൽക്കുന്നു. ഇടതുമുന്നണിയിൽ സീറ്റ് CPIക്കാണ്. 2009 വയനാട് മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം അഡ്വക്കേറ്റ് M. റഹ്മത്തുള്ളയും 2014 സത്യൻ മൊകേരിയുമാണ് മത്സരിച്ചത്. UDF-ൻ്റെ മണ്ഡലത്തിലെ സ്വാധീനത്തിനപ്പുറത്ത് ജനങ്ങളെ ഇളക്കുമറിക്കാൻ പറ്റുന്ന ഒരാളെ CPIക്ക് അവതരിപ്പിക്കാൻ ആകില്ല എന്നതാണ് യാഥാർത്ഥ്യം. കർണാടക, തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന മണ്ഡലം എന്ന നിലയിൽ ഏറെ പ്രാധാന്യമുള്ള വയനാട്ടിൽ BJPയും നല്ല ശക്തിയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ PR റാസ്മിൽ BJPക്ക് വേണ്ടി 80,752 വോട്ട് നേടി. എന്തായാലും കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലത്തിൽ മുസ്ലിം ലീഗിനും ഒരു കണ്ണുണ്ട്. അതിനെ 3ാം സീറ്റെന്ന് ഓമന പേരിട്ട് വിളിക്കുന്നു. ലോക്സഭയിൽ സീറ്റ് 2 ആയാലും 3 ആയാലും രാഹുലിന് ഭരണം കിട്ടിയാൽ കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു മന്ത്രിസ്ഥാനം ഉറപ്പുള്ളതുകൊണ്ട് ലീഗ് തർക്കിക്കാൻ സാധ്യതയില്ല. തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വയനാടൻ ചുരം കയറാൻ ആർക്കാണ് വിധിയെന്ന് തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു ചോദ്യം. ആരു ജയിച്ചാലും വരത്തനെ പുൽകാനായിരിക്കും വയനാടിൻ്റെ യോഗം.